നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലോകത്തെ ഏറ്റവും മികച്ച ലീഗാണല്ലോ. അങ്ങനെയാണ് എല്ലാവരും വാഴ്ത്തി പറയുക. പ്രീമിയർ ലീഗിലെ ടീമുകൾ 6 യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടറിൽ ഇടം പിടിച്ചത്. പക്ഷേ ഒറ്റ ടീമിനും ഈ റൗണ്ട് ജയിക്കാൻ പറ്റിയില്ല. പ്രീ ക്വാർട്ടർ ആദ്യപാദ മത്സരം ആദ്യപാദ റൗണ്ടിൽ ഫസ്റ്റ് ലെഗിൽ ഒറ്റ കളി പോലും ഈ 6 ടീമുകൾ ഇറങ്ങിയിട്ടും ജയിക്കാൻ പറ്റിയില്ല. വല്ലാത്തൊരു സ്ഥിതി വിശേഷമാണ്. എന്നാൽ ആഴ്സണൽ 1-1 സമനിലയിലാണ് കുരുങ്ങിയിരിക്കുന്നത്. അതായത് പ്രീമിയർ ലീഗിലെ വമ്പന്മാർ അവസാന ഘട്ടത്തിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് കായ് ഹവേർട്സ് അവരെ രക്ഷപ്പെടുത്തിയെടുത്തു ബയർ ലെവർക്യൂസനോട്. ആൻഡ്രിക്കിൻ്റെ ഗോളിൽ 46-ാമത്തെ മിനിറ്റിൽ ലെവർക്യൂസൻ ലീഡെടുത്തതാണ്. ഒടുവിൽ 89-ാമത്തെ മിനിറ്റിൽ ഹവേർട്സിൻ്റെ പെനാൽറ്റി ഗോളിലൂടെ 1-1 സമനില. ഇതിപ്പോൾ ആഴ്സണലിൻ്റെ മാത്രം അവസ്ഥയല്ലെന്നേ. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഈ ഒരു പ്രീ ക്വാർട്ടർ ഫസ്റ്റ് ലെഗിൽ ഒരൊറ്റ പ്രീമിയർ ലീഗ് ക്ലബും ജയിച്ചില്ല. ആഴ്സണലിനെ പോലെ തോൽക്കാതെ രക്ഷപ്പെട്ടൊരു ടീമുള്ള ന്യൂകാസിൽ യുണൈറ്റഡാണ്. ബാഴ്സലോണയോട് 1-1 സമനില. ഇനി രണ്ടാം പാദം എന്താവും എന്ന് കണ്ടറിയണം. ബാക്കി ടീമുകളുടെ അവസ്ഥയൊന്ന് നോക്കണം. ബാക്കി എല്ലാവരും പൊട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഗലറ്റസരായിയോട് ലിവർപൂൾ ഏകപക്ഷീയമായ 1 ഗോളിനാണ് പരാജയപ്പെട്ടത്. ടോട്ടനാമിന് അത്ലറ്റിക്കോ മാഡ്രിഡ് വലിച്ചു കീറി 5-2 മെട്രോപൊളിറ്റനോയിലിട്ട് തീർത്തു. ചെൽസിയെ PSG അതേപോലെ തന്നെ തീർത്തു. 5-2 പാക്ഡസ് പ്രിൻസസിലിട്ട് തീർത്തു. മാഞ്ചസ്റ്റർ സിറ്റിയെ 3-0 പണി കൊടുത്ത് വിട്ടിട്ടുണ്ട് റയൽ മാഡ്രിഡ്. അപ്പോൾ നോക്കുക, 6 ഗെയിംസ് അവർ കളിച്ചു പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ ഈ പ്രീ ക്വാർട്ടർ ആദ്യപാദത്തിൽ. 4 ഗെയിംസും അവർ തോറ്റു. 16 ഗോളുകൾ കൺസീഡ് ചെയ്തു. ഒറ്റ ടീമിനും ക്ലീൻ ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. എല്ലാ ടീമുകളുടെയും അവസ്ഥ ഇപ്പോൾ നോക്കുക. ആഴ്സണൽ ഡ്രോ ആയത് 89-ാമത്തെ മിനിറ്റിൽ. ലിവർപൂൾ ഈ സീസണിൽ ഗലറ്റസരായിയോട് 2ാം തവണയാണ് തോൽക്കുന്നത്. മാഞ്ചസ്റ്റർ സിറ്റി UCL റിവൽസ് എന്ന് വിളിക്കാവുന്ന റയൽ മാഡ്രിഡിനോട് വമ്പൻ മാർജിനിൽ തന്നെ തോറ്റിരിക്കുന്നു. പിന്നെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ റീമാച്ച്, ഫൈനലിൻ്റെ റീമാച്ച് എന്ന് വിളിക്കാവുന്ന മത്സരം 5-2 ചെൽസിയെ തീർത്തിരിക്കുന്നു PSG. ടോട്ടനാമാണെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനോട് തകർന്ന് തരിപ്പണമായി 5-2. ചുരുക്കത്തിൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ നോക്കൗട്ട് റൗണ്ട് ഈ 2 ദിവസത്തിനിടക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾക്ക് റഫ് ടൈമായിരുന്നു. ഏതായാലും രണ്ടാം പാദത്തിൽ ഇനി അവർ തിരികെ എത്തുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ലോകത്തെ ഏറ്റവും മികച്ച ലീഗിലെ ക്ലബ്ബുകളല്ലേ തിരിച്ചു വരുമായിരിക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.